മലയാളികളുടെ ഇഷ്ടഭക്ഷണമാണല്ലോ കപ്പ. കപ്പ വേവിക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാനും നമുക്ക് സമയം ലാഭിക്കാനും വേണ്ടി ഞാൻ ചെയ്യുന്ന രീതികളാണ് ഈ വീഡിയോയിലുള്ളത്. ഇത് ആദ്യം നമ്മൾ കപ്പ കുത്തിയെടുത്ത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നു. വെള്ളം തിളച്ച് കഴിയുമ്പോൾ കപ്പ വാരി അതിലേക്കിടുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കപ്പയ്ക്കുള്ള അരപ്പ് അരച്ചെടുത്തിട്ട്, ഇത് തേങ്ങ എടുത്തേക്കുന്നത് ഗുണം കൂടുതൽ തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതായത് തേങ്ങ ചിരണ്ടി എടുത്തതിന് ശേഷം ചെത്തയിൽ മിച്ചം വരുന്നത്, ഒരു 3-4 തേങ്ങയുടെ ചെത്തയിൽ മിച്ചം വരുന്ന ഭാഗം നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കി എടുത്തതിന് ശേഷം അതാണ് ഞാൻ കപ്പയ്ക്കും ചക്കയ്ക്കും ഒക്കെ അരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കപ്പ വേവിക്കാൻ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ വേറൊരു പാത്രത്തിൽ അരപ്പ് ഇതുപോലെ അരച്ച് വെള്ളം പറ്റാൻ വെക്കുന്നു. വെള്ളം പറ്റാൻ വെച്ചിട്ട് അരപ്പ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ കപ്പ ഊറ്റി കപ്പ ഇതിലേക്ക് കുടഞ്ഞിട്ട് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സ്വല്പം കുഴഞ്ഞിരിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇതിലെ വെള്ളം പറ്റുന്നതിന് മുമ്പ്, അത് നമ്മൾ 1-2 തവണ വേവിച്ച് കഴിയുമ്പോൾ അറിയാം ഏത് പരുവത്തിൽ വെള്ളം വരണം എന്ന്. വെള്ളം പറ്റുന്നതിന് മുമ്പ് കപ്പ ഊറ്റിയിട്ട് ഇതിലേക്ക് കുടഞ്ഞിട്ടിട്ട് ഇളക്കി ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കുത്തി അത് കുഴച്ചെടുക്കാം. അതല്ലെങ്കിൽ ഇച്ചിരി വേവ് കുറഞ്ഞ കപ്പയാണെങ്കിൽ നമ്മൾ ഈ ഇടികല്ലൊന്ന് കഴുകിയെടുത്തിട്ട് അതുകൊണ്ട് നമ്മൾ ആ കപ്പ ഇടിച്ചിടിച്ച് റെഡിയാക്കിയെടുക്കും. അപ്പം നല്ലപോലെ കുഴഞ്ഞ് കിട്ടും. അതല്ല കുറച്ച് കുഴഞ്ഞാൽ മതി എന്നുള്ളവർക്ക് ഈ കപ്പ അങ്ങനെ തന്നെ ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ചിലർക്ക് വെള്ളം കുറച്ച് മതി കപ്പ വേവിച്ചെടുക്കുമ്പോൾ, ചിലർക്ക് വെള്ളം കൂടുതൽ വേണം. അപ്പോൾ ആ പരുവത്തിൽ അരപ്പിലെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്താൽ കപ്പ നല്ലപോലെ മുറുകിയിരിക്കും. വെള്ളം ഈ പരുവത്തിലൊക്കെ ആയിക്കഴിഞ്ഞ് നമ്മൾ കപ്പ എടുത്തിട്ട് ഇപ്പോൾ ഓഫാക്കിയിട്ട് നമ്മൾ കപ്പ വെന്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കുടഞ്ഞിട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ സ്വല്പം കുഴഞ്ഞിരിക്കും. അങ്ങനെ കുഴഞ്ഞിരിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല വെള്ളം വറ്റിയിട്ട് എടുക്കുന്നവർക്ക്, കപ്പ മുറുകിയിരിക്കണമെന്നുള്ളവർക്ക് കപ്പ വറ്റിയിട്ട് വെള്ളം വറ്റിയതിന് ശേഷം കപ്പ കുടഞ്ഞതിനകത്ത് ഇട്ടാൽ മതി. ആദ്യം നമ്മൾ ഒരു ചെരുവത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നു. ആ വെള്ളം തിളച്ച് കഴിഞ്ഞാണ് നമ്മൾ കപ്പ വാരി അതിനകത്തോട്ടിടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ദോഷവശങ്ങൾ ഉണ്ടാവില്ല എന്നാണ്. പിന്നെ കപ്പയും കഴിക്കുമ്പോൾ ഇറച്ചിയോ മീനോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കഴിക്കണം, എന്നാലേ കപ്പയുടെ ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടൂ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ.